ഇവിടെ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാപ്ക്യൂറോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെൻറ്റ് തിയറം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിൽ എ ബി സി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീമിൽ എ ബി എന്ന് പറയുന്ന പാർട്ടിൽ ഒരു പോയിൻ്റ് ലോഡും അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ പോയിൻ്റ് ലോഡും വരുന്ന കേസായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇതിൽ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലോഡും അതുപോലെ തന്നെ L1 അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഒരു സ്പാനുമായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്ത് തരുന്നത്. നമ്മൾ ഇനി ഇതിൽ പറയുന്നത് നമ്മൾ കറക്റ്റ് വാല്യൂസോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ കണ്ടിന്യൂസ് ബീം എ ബി സി ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എ ആൻഡ് സി ആൻഡ് ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ദി സപ്പോർട്ട് മൊമെൻറ്റ് അറ്റ് ബി and the reaction at the supporters and sketch SF and bending moment diagram. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഇതിൽ സപ്പോർട്ട് മൊമെൻറ്റ് കാണാനും അതുപോലെ തന്നെ അവിടുത്തെ റിയാക്ഷൻസ് സപ്പോർട്ട് റിയാക്ഷൻസ് കാണാം. അതിനുശേഷം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എ എന്ന് പറയുന്ന ഫിഗർ. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്ന ഫിഗറാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ബി സി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീം. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്പാൻ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ബീം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫിഗർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ്, ബി എന്ന് പറയുന്ന പോയിൻ്റ്, സി എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ രണ്ട് എൻഡിലുള്ള സപ്പോർട്ട് എയും ഒന്ന് സിയും ആണ്. ഓക്കെ, ഇനി അവിടെ വരുന്ന ലോഡിങ് കാണിച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന മിഡ് പോയിൻറ്റിലാണ് 8 kN ആക്ട് ചെയ്യുന്നത്. ബി സി എന്ന് പറയുന്ന മിഡ് പോയിൻറ്റിലാണ് 10 kN ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 8 kN ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്, അതായത് 6 മീറ്ററിൻ്റെ പകുതി. ബി സി എന്ന് പറയുന്നതിൻ്റെ പകുതി 2.5 ആണ്, അതായത് 10 kN ഡിസ്റ്റൻസ് 2.5 ആണ്. നമുക്കറിയാം നമ്മുടെ ക്ലാപ്പിയറോൺസ് തിയറം എന്താണ്, ഇക്വേഷൻ എന്താണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ എം എ ഇൻറ്റു L1 ഫസ്റ്റ് പാർട്ട് പ്ലസ് 2 ഇൻറ്റു എം ബി ബ്രാക്കറ്റിനുള്ളിൽ L1 പ്ലസ് L2 സെക്കൻഡ് പാർട്ട്, മൂന്നാമത്തെ പാർട്ട് എം സി ഇൻറ്റു L2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് നോക്കുക. എം സി ഇൻറ്റു L2 പ്ലസ് ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് 6A1 H⁻1 ഡിവൈഡഡ് ബൈ L1 പ്ലസ് 6A2 H⁻2 ഡിവൈഡഡ് ബൈ L2 ഈക്വൽ ടു 0. ഇതാണ് നമ്മളെ പാർട്ട്. ഇതിൽ എം എ എന്ന് പറയുന്നതും എം സി എന്ന് പറയുന്നതും സപ്പോർട്ട് മൊമെൻറ്റ്സ് ആണ്. സപ്പോർട്ട് മൊമെൻറ്റ് 0 ആണ്, എൻഡിൽ ആണ് വരുന്നത്, അതുകൊണ്ട് 0 ആണ്. സിംപ്ലി സപ്പോർട്ടറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് 0 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ മിഡിൽ വരുന്ന ബി എന്ന് പറയുന്ന പോയിൻ്റ് എം ബി എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എം എയും എം സിയും 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി വേണ്ടത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം എ ബി സി എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് ബീമാണ്. നമ്മൾ രണ്ടായിട്ട് കാണാം. എ ബി എന്ന് പറയുന്ന സ്പാനും ബി സി എന്ന് പറയുന്ന സ്പാനായിട്ട് തന്നെ കാണാം. വരയ്ക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് വരച്ചാൽ മതി. അതായത് എ ബി സി ഒരൊറ്റ ലൈനിൽ വരയ്ക്കുക. എന്നിട്ട് അതിൽ എ എന്ന് പറയുന്ന പോയിൻറ്റ്, ബി എന്ന് പറയുന്ന പോയിൻറ്റ്, സി എന്ന് പറയുന്ന പോയിൻറ്റ്. എ ബി എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ WL/4 ആണ്. ഓക്കെ, അറിയാം. അതായത് പോയിൻ്റ് ലോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പോയിൻ്റ് ലോഡ് സിംപ്ലി സപ്പോർട്ടിൽ ഒരു പോയിൻ്റ് ലോഡ് വന്നു കഴിയുന്ന സമയത്ത് അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WL/4 ആണ്. അപ്പോൾ WL/4 നമ്മൾ വാല്യൂസൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 12 kN എന്ന് കിട്ടും. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന പോയിന്റിൽ സ്പാനിൽ 10 kN WL/4 ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ മാക്സിമം വാല്യൂ 12.5 kN എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. L1 എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്, L2 എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അതിനുശേഷം നമുക്ക് നോർമലി അവിടുത്തെ റിയാക്ഷൻസ് കാര്യങ്ങൾ ആ സ്റ്റെപ്പ് വേണമെന്നില്ല, നമ്മൾ ഓൾറെഡി റിയാക്ഷൻസ് വരെ കാണുന്നുണ്ട്. അതുകൊണ്ട് റിയാക്ഷൻ അറ്റ് എ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് അവിടെ എഴുതണ്ട. ഓക്കെ, നിങ്ങൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഇൻ സ്പാൻ എ ബി. ഓക്കെ, ഇപ്പോൾ വരയ്ക്കുന്നത് നിങ്ങൾ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ എ ബി എന്ന് പറയുന്ന സ്പാനിലെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WL/4 8 × 6 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 12 kN. അത് ആക്ട് ചെയ്യുക എവിടെയാണ്? അതായത് ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്
3 മീറ്റർ മാറിയിട്ടായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ്, കാരണം സിമ്മട്രിക്കലാണ് ആ ട്രയാങ്കിൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ബി സി എന്ന് പറയുന്ന സ്പാനും ചെയ്യുക. അപ്പോൾ നമുക്ക് 12.5 kN എന്ന് കിട്ടി. അതിനുശേഷം എ വൺ എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റത്തെ എ ബി എന്ന് പറയുന്ന സ്പാനിൽ നമ്മൾ വരച്ച ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ, ആ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്താണ്, ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ആകുമ്പോൾ A1 = ½ BH ആണ്. 1/2 × 6 × 12 = 36 kN m² എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ H⁻1 കാണാം. H⁻1 = നമുക്ക് എന്താ കിട്ടുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് H⁻1 = 6/2 3 മീറ്ററാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഏരിയ, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ബി സി എന്ന് പറയുന്ന പാർട്ടിൻ്റെ ഏരിയ A2 ആണ്. A2 = 1/2 × 5 × 12.5 = 31.25 kN². അപ്പോൾ A2 എന്ന് പറയുന്ന ഏരിയയുടെ സെൻട്രോയിഡിലേക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എന്താണ് കിട്ടുക, സിമെട്രിക്കൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 2.5, അതായത് 5 മീറ്ററിൻ്റെ പകുതി. ഇനി നമുക്കറിയാവുന്നൊരു കാര്യം, എം എ എന്ന് പറയുന്ന എം സി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ്, അതായത് സപ്പോർട്ട് എൻഡ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്, സപ്പോർട്ട് മൊമെൻറ്റ്സ് അവിടെ 0 ആയിരിക്കും, എം എയും എം സിയും. ഓക്കെ, അതായത് സിംപ്ലി സപ്പോർട്ടർ ആയിട്ടാണ് എ ആൻഡ് സി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എം എ = എം സി = 0 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതണം. ഈ പറയുന്ന എല്ലാം അതിലുണ്ടാവണം. ഓക്കെ, ഈ ഓരോ സ്റ്റെപ്പും, റിയാക്ഷൻ കാണുന്നത്, അതുപോലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എ ബി, പിന്നെ H⁻1 വെറുതെ H⁻1 എഴുതിയാൽ പോരാ, ഡിസ്റ്റൻസ് ഓഫ് സി ജി ഓഫ് A1, അതായത് A1 എന്ന് പറയുന്നത് ഏരിയ 1 ഫ്രം എ അല്ലേ, രണ്ട് ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ എ എന്ന് മാർക്ക് ചെയ്തത് എന്താ വെച്ചാൽ ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് A1 എന്ന് പറയുന്ന ഇതിൻ്റെ സി ജിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, 3 മീറ്റർ. ഇനി അതിന് ശേഷം അപ്ലൈയിങ് തിയറം ഓഫ് 3 മൊമെൻറ്റ്സ് ടു സ്പാൻ എ ബി ആൻഡ് ബി സി. നമുക്ക് 2 സ്പാനിലാണ് എപ്പോഴും ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 സ്പാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 3 സ്പാനോട് ഒരുമിച്ചിട്ടിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 3 സ്പാൻ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റത്തെ 2 എടുത്തിട്ട് ആദ്യം ചെയ്യും. അതിന് ശേഷം രണ്ടാമത്തെ 2 സ്പാൻ എടുത്തിട്ട് വീണ്ടും ഇതേ ഇക്വേഷനിൽ വീണ്ടും ചെയ്യും. അങ്ങനെയാണ് അനലൈസ് ചെയ്യുക. നമുക്ക് 3 വരുമ്പോൾ ഉള്ളതനുസരിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 2 സ്പാനുള്ള തന്നെയാണ്, എന്നാലും 3 വരുന്ന കേസിൽ നമുക്കൊന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇക്വേഷൻ എഴുതി എം എ × L1 + 2 MB × L1 + L2 + MC × L2 + 6A1 H⁻1 / L1 + 6A2 H⁻2 / L2 = 0. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ വാല്യൂസ്, ഫസ്റ്റത്തെ ടേം 0 ആയിപ്പോയി, കാരണം എം എ 0 ആണ്. രണ്ടാമത്തെ ടേമിൽ 2 MB × ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 6 + 5. മൂന്നാമത്തെ ടേം MC × L2 എന്ന് പറയുന്ന ടേം 0 ആയിപ്പോയി. പിന്നെ നമുക്ക് 6A1 H⁻1 / 6, അതായത് L1 + 6 × 31.25 × 2.5 / 5 = 0. അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് 6 + 5 11 എന്ന് കിട്ടും. 11 × 2 22 MB എന്ന് കിട്ടി. 22 MB + 108 + 93.75 = 0. അപ്പോൾ MB = എന്ത് കിട്ടും നമുക്ക്, ആ 108 അതുപോലെ തന്നെ 93.75 എന്ന് പറയുന്ന വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 201.75 കിട്ടും. അത് 0ൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയിട്ടാണ് പോവുക. ഓക്കെ, -201.75 എന്ന് കിട്ടി, /22. അപ്പോൾ നമുക്ക് MB എന്ന് പറയുന്ന വാല്യൂ കിട്ടി -9.17 kN². ഇവിടുത്തെ ഈ മൈനസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വാല്യൂ മൈനസ് ആണെന്നല്ല. ഓക്കെ, അവിടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹോഗിങ് മൊമെൻ്റ് ആണ്. അതായത് സാഗിങ് മൊമെൻറ്റ്, ഹോഗിങ് മൊമെൻറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഹോഗിങ് മൊമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോക്കുക, ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ 12 kN പറയുന്നത് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. അതായത് നോർമലി എ ബി എന്ന് പറയുന്നതിലുള്ള സാധാരണ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ട്രയാങ്കിൾ വരച്ചതാണ്. 12 kN ബി സി എന്ന് പറയുന്ന സ്പാനിൽ 12.5 kN ആയിട്ടുള്ള 2 ട്രയാങ്കിൾസ് വരച്ചു. അത് പോസിറ്റീവ് വാല്യൂസ്. അത് കഴിഞ്ഞിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്,
MB കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് 9.17. ഓക്കെ, അത് നെഗറ്റീവ് എന്ന് പറയുന്നത് ഹോഗി മൊമെൻറ്റിൻ്റെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് തന്നെ നമ്മൾ ട്രയാങ്കിൾ MA 0 ആണ്, MCയും 0 ആണ്. അതുകൊണ്ട് ആ പോയിൻ്റ് രണ്ടും 0 ആയതുകൊണ്ട് മിഡിൽ പോയിൻ്റ് ആയിട്ടുള്ള B എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് വാല്യൂ ഉള്ളൂ, MB 9.17. അപ്പോൾ അതിലേക്ക് ഗ്രാഫായിട്ട് തന്നെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിളും കൂടി മൂന്നാമത് വരയ്ക്കുന്ന ഒരു ട്രയാങ്കിളായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ഷിയർ ഫോഴ്സുകളാണ് വേണ്ടത്. നമുക്കറിയാം ഷിയർ ഫോഴ്സ് പറഞ്ഞാൽ എന്താണ്, മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ ക്യാരി ചെയ്യുന്ന സപ്പോർട്ടുകളിൽ വരുന്ന എത്രയ്ക്കാണ് വാല്യൂ, അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത്, നമുക്കിത് നോർമലി 2 സപ്പോർട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് ചെയ്യാൻ. 3 സപ്പോർട്ട് വരുന്ന സമയത്ത് എന്താണ് ചെയ്യുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ B എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുക. B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് BCൻ്റെ പോർഷൻ നോക്കുക ഫസ്റ്റ്. ആ സമയത്ത് നമുക്ക് BA എന്ന് പറയുന്ന പാർട്ട് നോക്കണ്ട. BC എന്ന് പറയുന്ന പാർട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കാം. BC എന്ന് പറയുന്ന പാർട്ടിൽ എന്തൊക്കെയാണുള്ളത്, RC എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും സിയിൽ. അതിലേക്കുള്ള ഡിസ്റ്റൻസ് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. പിന്നുള്ളത് ഒരു 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. 10 കിലോ ന്യൂട്ടണിലേക്കുള്ള ഡിസ്റ്റൻസ് 2.5 ആണ് ബിയിൽ നിന്ന്. അത് ക്ലോക്ക് വൈസ് ആണ്. RC ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുക്കുക. പിന്നെ അവിടെ വരുന്ന ഇവിടെ ബെൻഡി മൊമെൻറ്റ്, അതായത് സപ്പോർട്ട് മൊമെൻ്റ് ആയിട്ട് MB കിട്ടിയ 9.17 ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അവിടെ ഹോഗി മൊമെൻറ്റിന് കിട്ടിയ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. സപ്പോർട്ട് മൊമെൻ്റ് ആയിട്ട് ബിയിൽ നിന്നാണ് മൊമെൻറ്റ് എടുക്കുന്നത്. ബിയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റാണ് 9.17. അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് B ഫോർ സ്പാൻ BC RC × 5 മൈനസ് 10 × 2.5 പ്ലസ് 9.17. അതെല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡർ ബൈ എന്താണ് 5, 0ൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകും. അതിന് ശേഷം 5നെ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡർ ബൈ ആയിട്ടാണ് വരിക. ആൻസർ 3.166 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അടുത്ത ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് B ഫോർ സ്പാൻ AB. ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് എൻ്റെ പോർഷനിലേക്കുള്ള മൊമെൻ്റ് എടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ BC നോക്കണ്ട. ഇനി നമ്മൾ ബിയിൽ നിന്ന് എൻ്റെ ഭാഗത്തേക്ക് എടുക്കുക. എയിൽ നിന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, 6 × 6 റിയാക്ഷൻ എയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ 6 × 6 മൈനസ് 8 × 3 പ്ലസ് 9.17 ഈക്വൽ ടു, നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഈക്വൽ ടു 2.472 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു വാല്യൂയും കൂടിയേ കിട്ടാനുള്ളൂ. ഇനി നമുക്ക് കിട്ടാനുള്ള വാല്യൂ എന്ന് പറയുന്നത് RB ആണ്. ഓക്കെ, RB കിട്ടാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. മുകളിൽ നിന്നുള്ള എല്ലാ ലോഡുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 18 ആണ്. അതായത് 8 + 10 = 18 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ RA + RB + RC = 18 കിലോ ന്യൂട്ടൺ. അതിൽ RB = 18 മൈനസ് RAയും RCയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2.472 പ്ലസ് 3.166. ഇതോടെ രണ്ടും കൂടി ആഡ് ചെയ്ത വാല്യൂ 18 നിന്ന് മൈനസ് ചെയ്താൽ ബാലൻസ് കിട്ടുന്നതാണ് നമുക്ക് റിയാക്ഷൻ RB എന്ന് പറയുന്നത്. കാരണം 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 18 ആണ്. അങ്ങനെയാണെന്നെങ്കിൽ RB = 12.362 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അതിനുശേഷം നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം നമുക്കൊന്ന് എടുത്തെഴുതാം. MB = -9.17 കിലോ ന്യൂട്ടൺ മീറ്റർ. സപ്പോർട്ട് റിയാക്ഷൻസ് RA, RB, RC മൂന്നിൻ്റെയും വാല്യൂ നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയത് ഒന്നുകൂടി എടുത്ത് എഴുതാം. അടുത്തത് പറയുന്നത് നമുക്ക് ഡയഗ്രാംസ് വരയ്ക്കാറാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഓൾറെഡി നമ്മൾ വരച്ചു, എങ്ങനെയാണ് ട്രയാങ്കിൾസ് വരച്ചതെന്ന് പറഞ്ഞു. ഷിയർ ഫോഴ്സ് എങ്ങനെ വരയ്ക്കുന്നത് പറയാം. ഷിയർ ഫോഴ്സ് നമ്മൾ പഠിച്ച സെയിം മെത്തേഡ് ഷിയർ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഒരു റഫായിട്ട് എഴുതിയിട്ടല്ലാതെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. ഷിയർ ഫോഴ്സ് അറ്റ് C = 3.166. ഷിയർ ഫോഴ്സ് നിയർ E, അതായത് 3.16നെ ആ ഇയിൽ 10 കിലോ ന്യൂട്ടൺ ആഡ് ചെയ്യുന്ന അവിടം വരെയും സെയിം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ ഒറ്റ അതേപോലെ തന്നെ വന്നു. അറ്റ് E എടുക്കുന്ന സമയത്ത് 10 ആയിരുന്നു മൈനസ് ചെയ്യണം. 3.166 മൈനസ് 10 എന്ത് ചെയ്യും, നേരെ മൈനസിലേക്ക് താഴേക്ക് പോകും. 6.83 ആയിട്ട് മാറും. ആ വാല്യൂ B എന്ന് പറയുന്ന പോയിന്റ് വരെ വേറൊരു മാറ്റങ്ങളും ഉണ്ടായിരിക്കില്ല. ബിയിലെത്തുന്ന സമയത്ത് നമുക്ക് ബിയിലുള്ള റിയാക്ഷൻ 12 എന്നുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആഡ് എന്താണ് -6.83ൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് +5.28 ആയിട്ട് മാറും. +5.28 എന്ന് പറയുന്നത് B മുതൽ D വരെ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അറ്റ് D എടുക്കുന്ന സമയത്ത് 8 കിലോ ന്യൂട്ടൺ താഴേക്ക്
ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മൈനസ് ചെയ്യണം. 5.28 നിന്ന് -8 ചെയ്യുന്ന സമയത്ത് നമുക്ക് -2.47 ആണ് കിട്ടുക. ഓക്കെ, അത് എ എന്ന് പറയുന്ന പോയിന്റ് വരെയും വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൊറിസോണ്ടലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അറ്റ് എ എടുക്കുന്ന സമയത്ത് റിയാക്ഷൻ ആയിട്ടുള്ള പോസിറ്റീവ് 2.47 അവിടെ ഉണ്ടാവും. അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് 0യിലേക്ക് നമ്മൾ ഡയഗ്രാം ക്ലോസ് ആവും. ആ രീതിയിലാണ് നമ്മൾ പഠിച്ച സ്റ്റെപ്പ് തന്നെയാണ് ഷിയർ ഫോഴ്സ് ചെയ്യാൻ. അതുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഈ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്.